Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. BBC ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാരുടെ കളക്റ്റീവ് ന്യൂസ് റൂമിന് കൈമാറി. BBCക്കെതിരെ തുടർച്ചയായി നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. BBC പോലുള്ള സ്ഥാപനത്തിന് പോലും ഇന്ത്യയിൽ പ്രവർത്തിക്കാനാകുന്നില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. കളക്റ്റീവ് ന്യൂസ് റൂം വഴിയാകും BBC ഇന്ത്യയിലെ വാർത്തകൾ ഇനി പ്രസിദ്ധീകരിക്കുക. കളക്റ്റീവ് ന്യൂസ് റൂം BBCയുമായി 26% ഓഹരി കൈമാറ്റത്തിന് സർക്കാരിൽ അപേക്ഷ നൽകി. മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്ന ചരിത്രത്തിൽ ആദ്യമെന്ന് BBC വ്യക്തമാക്കി. മാധ്യമപ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും BBC അറിയിച്ചു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പ് BBCക്കെതിരെ നിലപാട് ഘടിപ്പിച്ചിരുന്നു. ദില്ലി, മുംബൈ ഓഫീസുകളിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി. ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. ഗതികെട്ടാണ് ഇത്തരമൊരു നിലപാട് BBC എടുത്തതെന്ന് ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. BBC പോലുള്ള ഒരു സ്ഥാപനത്തിന് പോലും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗതികെട്ടാണ് അവരിങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത്. ആ എഡിറ്റോറിയൽ നയത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഗുജറാത്ത് കലാപവുമായി മുൻനിർത്തിയിട്ടുള്ള ആ ഡോക്യുമെന്ററി. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ കുറച്ചും കൂടി ഇടിവ് വരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദില്ലിയിലും മുംബൈയിലുമായി പ്രവർത്തിച്ച ഇന്ത്യൻ ന്യൂസ് റൂം ബ്രിട്ടന് പുറത്തുള്ള BBCയുടെ വലിയ ന്യൂസ് റൂമാണ്. മറാഠി, പഞ്ചാബ്, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. റിപ്പോർട്ടർ, ദില്ലി. നാട് കടത്തുന്നോ മാധ്യമ സ്വാതന്ത്ര്യം എന്നതാണ് ചോദ്യം. ചർച്ച തുടങ്ങുന്നു. ചർച്ചയിൽ വടകരയിൽ നിന്ന് ഡോക്ടർ അരുൺ നമ്മോടൊപ്പം ചേരുന്നത് ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നാട് കടത്തുന്നോ മാധ്യമ സ്വാതന്ത്ര്യം, ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ. സ്മൃതി, നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. 1975 ജൂൺ 25-നാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത്. രാത്രി 10:30-നാണ് അന്ന് രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്നത്. അതിനുശേഷം പോയ ആദ്യത്തെ സർക്കാർ ഓർഡർ എന്ന് പറയുന്നത് അതൊരു ഓറൽ ഓർഡർ ആയിരുന്നു, അതൊരു റിട്ടേൺ ഓർഡർ ആയിരുന്നില്ല. അത് ഡൽഹിയിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജനറൽ മാനേജർക്ക് ഒരു ടെലഫോൺ കോളായിട്ടാണ് ചെല്ലുന്നത്. എന്തായിരുന്നു ആ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ പത്രസ്ഥാപനങ്ങളിലേക്കുമുള്ള കറണ്ട് സപ്ലൈ കട്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ഒരു സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം എടുത്ത നടപടി എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക അടിയന്തരാവസ്ഥയുടെ ഒരു അടിയന്തരാവശ്യമായി മാറിയത് എന്ന് വെച്ചാൽ, നോക്കൂ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റാണുള്ളത്. ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പിന്നെ അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകാധിപത്യ ഭരണമാണ് വരിക. ആ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം കട്ടേൽ ചെയ്യപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമോ നമ്മൾ ആ രീതിയിലുള്ള ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാധ്യമങ്ങളെ ഏതെല്ലാം വിധത്തിൽ നിയന്ത്രിക്കുന്നു എന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ എണ്ണി നമുക്ക് പറയാനുണ്ടാവും. ഇന്ന് രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയില്ലെങ്കിലും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സാഹചര്യം ഇന്ന് മാധ്യമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പല തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളിലൂടെയാണ് മാധ്യമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, 2017 ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിപെൻഡൻ്റായ പ്രസിദ്ധീകരണമാണ്. അത് സമീക്ഷ എന്ന് പറയുന്നൊരു ട്രസ്റ്റാണ് പ്രസിദ്ധീകരണം നടത്തുന്നത്. അതിൻ്റെ എഡിറ്ററായിരുന്ന പരഞ്ജോയ് ഗുഹ തകൂർത്ത വളരെ എന്താ പറയുക, ഒരു അക്ലൈംഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. തകൂർത്തയ്ക്ക് EPWൻ്റെ എഡിറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു. എന്താ കാരണമെന്നറിയാമോ? EPWൻ്റെ എഡിറ്ററായിരുന്നുകൊണ്ട് തകൂർത്ത ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. അത് അദാനി പവറിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് അദാനിയുടെ സ്ഥാപനമായ ഈ അദാനി പവറിന് മോദി സർക്കാരിൽ നിന്ന് വഴിവിട്ട് 500 കോടി രൂപ ലഭ്യമാക്കി എന്നുള്ളതാണ് ഈ തകൂർത്തയുടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തിയത്. അപ്പോൾ അദാനി പവറിനെതിരെ EPWയിൽ ആ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ തകൂർത്തയ്ക്ക് അവിടെ തുടരാൻ കഴിഞ്ഞിട്ടില്ല. സമീക്ഷ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതൊരു ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റ് ആണെന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ഒരു സ്ഥാപനമാണ് EPW. നമുക്കെല്ലാവർക്കും വളരെ ബഹുമാനമുള്ളൊരു രാജ്യത്തെമ്പാടും റെസ്പെക്റ്റുള്ളൊരു പ്രസിദ്ധീകരണവുമാണ്.
പക്ഷേ അവർക്ക് പോലും ഈ പറയുന്ന സമ്മർദ്ദത്തിന്, സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ടി വന്നു. എന്താണ് കാര്യം? അദാനിക്കെതിരെ എഴുതി എന്നുള്ളതാണ്. എന്താണ് ആരോപണം? നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് 500 കോടി രൂപയുടെ അൺഡ്യൂ ആയിട്ടുള്ള റീഫണ്ട് ലഭിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തിയതിനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റിന് EPWൻ്റെ എഡിറ്റർ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ആ വർഷം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ബോബി ഘോഷ് എന്നൊരു ജേർണലിസ്റ്റ് ഉണ്ട്. ബോബി ഘോഷ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് ടൈം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്പർ 1 പ്രസിദ്ധീകരണം എന്ന് പറയാം. ആ ടൈമിൻ്റെ വേൾഡ് എഡിറ്ററായിരുന്നു ബോബി ഘോഷ്. ബോബി ഘോഷ് ആ പണി രാജിവെച്ചിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്ററായി. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു പങ്ക്തി ആരംഭിച്ചു. ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ, ഹെയ്റ്റ് നമുക്ക് പറയുന്നത് ഈ മതവിദ്വേഷവുമായി ബന്ധപ്പെട്ട് 2015 മുതൽ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ പിന്നെ അത്തരം പ്രസംഗങ്ങളും ഇതെല്ലാം അതിൻ്റെ ഒരു ഡാറ്റ സ്വരൂപിച്ചുകൊണ്ട് ഈ ജനങ്ങളെ അത് അറിയിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ടും പ്രതിസ്ഥാനത്ത് നിർത്തുക BJP ആണല്ലോ. BJPയുടെ അനവധിയായ ഹെയ്റ്റ് ക്യാമ്പയിൻസും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ആക്രമണങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതൊരു ക്രൗഡ് സോഴ്സിംഗ് ആയിരുന്നു. അതായത് നമുക്കെല്ലാവർക്കും അത് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അത് ഫാക്ച്വൽ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാവും, പക്ഷേ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ഒരു വലിയ ഡാറ്റാ ബേസ് ഇന്ത്യയിൽ രൂപപ്പെട്ട് വരികയാണ്. നോക്കൂ, 2017 ബോബി ഘോഷിനെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് ബോബി ഘോഷിന് രാജിവെക്കേണ്ടി വന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ശോഭന ഭാർത്തിയ എന്ന് പറയുന്ന ആളാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ശോഭന ഭാർത്തിയ 2006 മുതൽ 2012 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് രാജ്യസഭാ അംഗമായിട്ടുള്ള UPAയുടെ ഭരണകാലത്ത് രാജ്യസഭാ അംഗമായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പാർട്ടി അഫിലിയേഷൻ കൂടി ഉണ്ട്. ഏതായാലും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഈ ശോഭന ഭാർത്തിയ നരേന്ദ്രമോദിയായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി അടുത്ത ദിവസമാണ് ബോബി ഘോഷ് പോകുന്നത്. അതിനുശേഷം ഈ ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറയുന്നൊരു പരിപാടി ഹിന്ദുസ്ഥാൻ ടൈംസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഈ രീതിയിലാണ് മാധ്യമങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ, NDTV 2014 24 hours ബ്ലാക്ക് ഔട്ട് ചെയ്തു. എന്താണ് ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള കാരണം? അന്ന് NDTV ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് പിന്നാലെ നിന്ന് നിരന്തരമായി ഈ ഗോത്ര അടക്കമുള്ള വിഷയങ്ങളെടുത്ത് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രണോയ് റോയ് ആണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. തീർത്താൽ തീരാത്ത പകയാണ് NDTVയോട് നരേന്ദ്രമോദിക്കുള്ളത്. അപ്പോഴാണ് ഈ പറയുന്ന പത്താൻകോട്ടിലെ എയർബേസിലേക്ക് കാശ്മീരി ടെററിസ്റ്റുകളുടെ അറ്റാക്ക് നടക്കുകയും അന്ന് നാഷണൽ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറത്തേക്ക് ഇത് പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനലിനെ ബ്ലാക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന തീരുമാനമൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം, ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ മര്യാദയുള്ള ഒരു സർക്കാരും അത്തരം വലിയ കടന്ന കൈകളിലേക്കൊന്നും പോകാറില്ല. 2017 വീണ്ടും NDTVയുടെ ഓഫീസിൽ കംപ്ലീറ്റ് ആയിട്ട് റെയ്ഡ് നടന്നു. എന്താ കാര്യം അറിയാമോ? 2017 മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വലിയ കർഷക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അത് നിരന്തരം ട്രാക്ക് ചെയ്തുകൊണ്ട്, അത് നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചാനലാണ് NDTV എന്ന് പറയുന്നത്. 2017 സഹിക്കവയ്യാതെ ഈ CBI വിട്ടിട്ട് പോലീസിനെ വിട്ടിട്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുകയാണ്. ICIC ബാങ്കിലെ ഒരു ലോണിൻ്റെ കാര്യത്തിനകത്ത് നിക്കകളില്ലാതെ ഇപ്പോൾ NDTVക്ക്. അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ CBI വിട്ടിട്ട് ഇത്തരത്തിലുള്ള ഇൻറ്റിമിഡേഷൻ നടത്താൻ കഴിയുക? 2018 അതിൻ്റെ അത് കൃത്യമായ സൂചന നൽകിയത്. 2018 മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഈ ഭീഷണിപ്പെടുത്തുകയോ കേസുകളിൽ കൊടുക്കുകയോ നോക്കാവൂ. ഇപ്പോൾ ഈ ദ വയർ എന്ന് പറയുന്ന മാസിക പിന്നെ ഓൺലൈൻ മീഡിയയിൽ എത്ര കേസുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഈ മോഡി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണത്. അതിൻ്റെ പിന്നെ എഡിറ്ററായിട്ടുള്ള സിദ്ധാർത്ഥ് വർജരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസ്. അവിടെ വലിയ റെയ്ഡുകൾ നടന്നിട്ട് അവിടുത്തെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും പിടിച്ചുകൊണ്ട് പോയിട്ട് രാജ്യത്തെ ഒരു കോടതി ഈ പറയുന്ന ഏജൻസികളെ പ്രതിപക്ഷത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്, ഈ ഡിവൈസസ് എല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ന്യൂസ് ലോണ്ടറിയുടെ എത്ര കേസുകളുണ്ട്? ന്യൂസ് ക്ലിക്ക് നമ്മൾ അവസാനം ചർച്ച ചെയ്തതാണ്. ന്യൂസ് ക്ലിക്ക് പൂട്ടിയിരിക്കുന്നു. ഈ രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം അപകടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഇൻഡെക്സിലെ കണക്കൊന്നും ഇനി പറയേണ്ട. 180 രാജ്യങ്ങളുടെ ഇൻഡെക്സിൽ 161ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ള കാര്യം ലോകത്തൊരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ 2023 ജൂണിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വൈറ്റ് ഹൗസിൽ വെച്ചൊരു വാർത്താ സമ്മേളനം ജോ ബൈഡനും നരേന്ദ്രമോദിയും കൂടി ഒരുമിച്ച് നടത്തി. അന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ സബ്രീന സിദ്ദിഖി എന്ന് പറയുന്ന വനിതാ റിപ്പോർട്ടർ ഈ പറയുന്ന ഒരു ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിക്കും. നരേന്ദ്രമോദി ഇതുവരെ വാർത്താ സമ്മേളനം നടത്താത്ത ഏക പ്രധാനമന്ത്രിയാണ് കേട്ടോ. 2013 അവസാനമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അത് മൻമോഹൻ സിംഗ് ആയിരുന്നു. 11 വർഷമായി. ഇപ്പം 2024 നമ്മളുള്ളത്. ഒരു വാർത്താ സമ്മേളനവും ഇതുവരെ നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. അപ്പോൾ അന്ന്
ഈ പറയുന്ന വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഈ സബ്രീന സിദ്ദിഖ് ചോദിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. ആ പിന്നെ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഏതായാലും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ അവർ വലിയ സൈബർ ബുള്ളിയിങ്ങിലാണ് പിന്നെ നേരിടേണ്ടി വന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു മാതൃകയാണെന്നൊക്കെ പറയുമ്പോൾ വൈറ്റ് ഹൗസിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഇത് അൺഅക്സെപ്റ്റബിൾ ആണ്, ആൻറ്റിതെറ്റിക്കലാണ് എന്ന് വൈറ്റ് ഹൗസ് വാർത്താക്കുറിപ്പ് ഇറക്കി. അങ്ങനെയാണ് ഇപ്പോൾ ലോകം നമ്മളുടെ രാജ്യത്തെ മാധ്യമപ്രവർത്തനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും മോശപ്പെട്ട മാധ്യമ അന്തരീക്ഷമുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു രാജ്യത്തെ സർക്കാരിനെ വിമർശിക്കുകയും ആ സർക്കാരിൻ്റെ ചെയ്തികൾക്ക് ആ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്താൽ അത് സമൂഹത്തോട് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അതിനെയാണ് നമ്മൾ പേട്രിയോട്ടിസം എന്ന് പറയുന്നത്. കാരണം അത് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു ബാധ്യതയുണ്ട്. അവർക്ക് കുറ്റം ചെയ്യാനോ തെറ്റ് ചെയ്യാനോ അവകാശമില്ല. അവരുടെ ഏതെങ്കിലും പോളിസി മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. അതിനെ എല്ലാ ലോകരാജ്യങ്ങളും, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ലോകരാജ്യങ്ങളും ഈ രാഷ്ട്രസ്നേഹമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ സർക്കാരിനെ വിമർശിച്ചാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? രാജ്യദ്രോഹമായിട്ട് മാറും എന്നുള്ളതാണ്. സെഡിഷനായിട്ട് മാറും. എത്ര സെഡിഷൻ കേസുകളുണ്ട് ജേർണലിസ്റ്റുകൾക്കെതിരെ. അപ്പോൾ ഈ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ മാധ്യമരംഗം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് BBC-ക്ക് ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. BBC-ക്ക് ഇന്ത്യ വിട്ടേണ്ടി പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപ്പൊക്കെ ഉള്ളപ്പോൾ തന്നെ മാധ്യമ സ്ഥാപനങ്ങളോട്, മാധ്യമ പ്രവർത്തനത്തോട് എല്ലാ ജനാധിപത്യ സമൂഹങ്ങളും എടുക്കുന്നൊരു സമീപനത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം BBC എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്? BBC ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഗോദ്ര സംഭവത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ഉള്ള ഡോക്യുമെൻ്ററി കാണിച്ചതിന് ശേഷമാണ് BBC അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അതെന്താണ്? നരേന്ദ്രമോദി ഇന്നുണ്ടല്ലോ ഇന്ത്യയുടെ നേതാവായിട്ട് മാത്രമല്ല അദ്ദേഹത്തെ കാണുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിളിക്കുന്നുണ്ടല്ലോ വിശ്വഗുരു എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അതായത് ഒരു ഇൻ്റർനാഷണൽ ലീഡറായിട്ട് നരേന്ദ്രമോദിക്ക് വളരണമെന്ന് നരേന്ദ്രമോദിക്ക് ആഗ്രഹമുള്ളപ്പോൾ ആ ഇൻ്റർനാഷണൽ അറീനയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ മോശമാക്കുന്ന ഏത് തരത്തിലുള്ള മാധ്യമങ്ങളെ അദ്ദേഹം അനുവദിക്കത്തില്ല. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് BBC അറ്റാക്ക് ചെയ്യപ്പെട്ടത്. BBC-ക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ BBC മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മാധ്യമ അന്തരീക്ഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്. ശരി, നാട് കടത്തുന്നു മാധ്യമ സ്വാതന്ത്ര്യം എന്ന ചർച്ച തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നാട് കടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ BBC-ക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി നേരത്തെ പറഞ്ഞതുപോലെ BBC-യുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് 2023 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്ററിയാണ് ഈ എതിർപ്പിൻ്റെ തുടക്കമാകുന്നത്. 2002 ഗുജറാത്ത് കലാപ കാലയളവിൽ മോദി നിസ്സംഗനായിരുന്നു എന്ന വ്യക്തമാക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ ചേർത്ത ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് കേന്ദ്ര സർക്കാർ നവമാധ്യമങ്ങളിൽ തന്നെ വിലക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് DYFI പോലുള്ള സംഘടനകൾ പലയിടത്തും ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതെന്ന് നമുക്കറിയാം. BBC-യുടെ ഡൽഹിയിലെ മുംബൈയിലെയും സ്ഥാപനങ്ങളിൽ IT റെയ്ഡ് തുടർച്ചയായി നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ BBC ഇന്ത്യയുടെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ മോദിയെ വിമർശിച്ച കൂടിയായി തന്നെ അത് മനസ്സിലാക്കണം. കാരണം 2013 BBC-യെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ മോദി പുകഴ്ത്തിയിരുന്നതാണ്. അതിനുശേഷം മോദിക്കെതിരെ ഒരു ഡോക്യുമെൻ്ററി വന്നപ്പോഴാണ് തിരിച്ചുള്ള അഭിപ്രായം ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ സാങ്കേതികമായ കാരണങ്ങളാണ് പറയുന്നത്. പുതിയ FDI നിയമപ്രകാരം ഡിജിറ്റൽ മീഡിയയ്ക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി 26% ആണ് എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. പക്ഷേ മറ്റ് എല്ലാ കാര്യങ്ങളിലും വിദേശ നിക്ഷേപം എത്രയും അധികം കൂട്ടുക എന്നുള്ളൊരു തീരുമാനമാണ്. 100% വരെ ആക്കുന്നു എന്നിടത്താണ് ഈ മാധ്യമങ്ങളുടെ കാര്യത്തിൽ 26% ചുരുക്കുന്നത്. അപ്പോൾ BBC ഇന്ത്യയിൽ 99 ഷെയർ BBC-ക്കായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് BBC രാജ്യം വിട്ടത് എന്ന് സാങ്കേതികമായി പറയാം. പക്ഷേ എന്തായാലും അതല്ല എന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണ സഹിതം കാരണങ്ങളുണ്ട്. ഇപ്പോൾ 4 മുൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കളക്റ്റീവ് ന്യൂസ് റൂം എന്ന രൂപത്തിൽ ഈ പുതിയ സ്ഥാപനം പ്രവർത്തിക്കുന്നു. അതിൽ 26% ഷെയർ എടുക്കാൻ വേണ്ടി BBC കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകിയെന്ന വിവരങ്ങളുമുണ്ട്. ഇതിപ്പോൾ BBC-ക്കെതിരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നീക്കമുണ്ടാകുന്നത് ആദ്യമല്ല. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും BBC-ക്കെതിരെ അങ്ങനെ സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. അന്ന് കൊൽക്കത്ത, ഫാൻറ്റം ഇന്ത്യ എന്നീ ഡോക്യുമെൻ്ററികൾ കൊടുത്തതിനെ തുടർന്നാണ് അന്ന് നടപടിയെടുത്തിരുന്നത്. അന്ന് സെൻസർഷിപ്പിനോട് സഹകരിക്കാൻ BBC തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇടക്കാലത്ത് BBC-യുടെ പ്രവർത്തനം താൽക്കാലികമായി ഇന്ത്യയിൽ നിർത്തിവെച്ച ഒരു സമാനമായ സാഹചര്യം അടിയന്തരാവസ്ഥ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഓരോ വർഷവും
മോദി ഭരണകാലത്ത് താഴേക്ക് പോവുകയാണ് രാജ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് 161 സ്ഥാനത്താണ്. 150 നിന്നാണ് 161 സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം ഗുരുതരാവസ്ഥയിലാണ് എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ ജയിലിലാക്കുന്ന ഉദാഹരണങ്ങൾ, ഏറ്റവും ഒടുവിൽ പുർക്കാസ്തയുടെ കാര്യം, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, അദ്ദേഹത്തെ ജയിലിലാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. UAP ആണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ നൂറ്റാണ്ടായി ഒരുപാട് വിദേശ മാധ്യമപ്രവർത്തകരും ഇന്ത്യ വിട്ടുപോയിട്ടുണ്ട്. നൂറ്റാണ്ടോളം ഇവിടെ പ്രവർത്തിച്ച ഫ്രഞ്ച് മാധ്യമപ്രവർത്തക വെനേസ ഡെഗ്നാക് ഇന്ത്യയിൽ നിന്ന് പോകുന്നു. മോദി കാലത്ത് ഇവിടെ മാധ്യമപ്രവർത്തനം സ്വന്തമായി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദ വയറിന് എന്ന സ്ഥാപനത്തിനെതിരെ കേസെടുത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് ഭാരത് സമാചാർ എന്ന സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പല ന്യൂസ് ക്ലിക്കിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ഇവിടെ ഗോദി മീഡിയയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന രൂപത്തിലേക്ക് അത് പോകുന്നു. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നാവാവുക എന്ന രൂപത്തിലേക്കൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ ചില മാധ്യമപ്രവർത്തകർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ സർക്കാർ നൽകുന്ന എക്സ്ക്ലൂസീവ് വിവരങ്ങൾ എന്നുള്ള രൂപത്തിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ അത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് അതാണ് ബ്രേക്കിംഗ് വാർത്തയായി നൽകുന്നത്. അതൊക്കെ ഒരു പുതിയൊരു ശൈലി കൊണ്ടുവരികയും അതാണ് വിശ്വസിക്കേണ്ടതെന്നും ഇവിടെ പ്രതിപക്ഷം വേണ്ട എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുകയും തീവ്രവാദികളിൽ നിന്ന് എതിർപ്പ് പറയുന്ന ന്യൂനപക്ഷങ്ങളെയൊക്കെ തീവ്രവാദികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തനം അപകടത്തിൽ തന്നെയാണ്, നാടുകടത്തുകയാണ് രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ അരുൺ. സ്മൃതി, ആമുഖമായി ഞാൻ പറയട്ടെ, ഇതിൽ BBC സ്വതന്ത്രവും നിഷ്പക്ഷവുമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമമാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നേരത്തെ സ്മൃതി തന്നെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ, ആ രാജ്യത്തെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൽ ഒരു പബ്ലിക് മാധ്യമം എന്ന രീതിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട്. 1940 മെയ് മുതലാണ് ഇന്ത്യയിൽ BBC പ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പല രീതിയിലും ഇന്ത്യയെ ചിത്രീകരിക്കുമ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നടത്തി എന്നതാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് 1970-കളിൽ നേരത്തെ പറഞ്ഞ കൽക്കട്ട ദ ഫാൻറ്റം ഇന്ത്യ തുടങ്ങിയ ഡോക്യുമെൻ്ററികൾ ഇന്ത്യയെ മോശമായി ചിത്രീകരിച്ചു എന്നത് മുൻനിർത്തിയാണ് അവയെ നിരോധിക്കുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ അതല്ല പ്രശ്നം. നോക്കൂ, തുടർച്ചയായി ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകർ സമ്മർദ്ദത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ദ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് എന്ന് പറയുന്നൊരു സംഘടനയാണ്. നേരത്തെ പറഞ്ഞ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രണ്ടിയേഴ്സിൻ്റെ കണക്ക് പ്രകാരം 161ാമത്തെ റാങ്കിങ്ങിലേക്ക് ഇന്ത്യ താഴുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില രാജ്യങ്ങൾ കൂടിയുണ്ട് എന്നതാണ് കൗതുകകരമായ കാര്യം. അത് താലിബാനുള്ള അഫ്ഗാനിസ്ഥാനാണ് 152ാം റാങ്ക്. ഇന്ത്യക്ക് മുകളിൽ പത്രസ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യം നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനാണ് 150ാം സ്ഥാനത്ത്. മ്യാൻമാറുണ്ട് 90ാം സ്ഥാനത്ത്. നോക്കൂ, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന മാധ്യമപ്രവർത്തകരുള്ള ഒരു രാജ്യം എന്ന പേരാണ് നമുക്ക് അന്തർദേശീയ സമൂഹങ്ങളിലുള്ളത്. അന്ന് BBC-യുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് BBC റെയ്ഡ് നടത്തിയ സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്റ് സംപ്രേഷണം ചെയ്തതിനെ തുടർന്നാണ് ഡൽഹിയിലും മുംബൈയിലുമുള്ള അവരുടെ ഓഫീസുകളിൽ വളരെ പെട്ടെന്ന് IT ഡിപ്പാർട്ട്മെൻറ്റ് ആക്റ്റീവായി റെയ്ഡിന് വരികയാണ്. നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് IT ആക്റ്റീവ് ആവുന്നത് പോലെ മോദിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ് സടകുടഞ്ഞെണീക്കുകയും ഈ പറയുന്ന സർവേ എന്ന പേരിലുള്ള ഒരു റെയ്ഡ് നടത്തുകയുമാണ് ചെയ്യുന്നത്. അതിനെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ വിശേഷിപ്പിച്ചത് അഭിപ്രായ പ്രകടനത്തിൻ്റെ മരണമണി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഇലക്റ്റഡ് ഓട്ടോക്രാറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ രാജ്യത്തെ ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളായി വേണം ഇതിനെയൊക്കെ കാണാൻ. നമ്മുടെ രാജ്യത്തെ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെയോ, നേരത്തെ ന്യൂസ് ക്ലിക്കിൻ്റെ പത്രാധിപരായ പ്രബീർ പുർക്കായസ്തെ 116 മണിക്കൂർ ചോദ്യം ചെയ്തു. അദ്ദേഹത്തെ പുറത്തേക്ക് പോലും വിടാത്ത രീതിയിൽ അത്രമേലാണ് അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്തത് എന്താ? കർഷക സമരത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ചു. ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഒരു എല്ലാ ഫാക്ട് ചെക്കുകളും നടത്തി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് സുബൈറിനെ ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചു. UAP ചുമത്തിയത് നമ്മളുടെ സിദ്ദിഖാപ്പനെയാണ്. ഹത്രാസിൽ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയാൽ കൊല ചെയ്യപ്പെട്ടതെന്ന് അന്വേഷിക്കാൻ പോയ പത്രപ്രവർത്തകനെയാണ് UAP ചുമത്തി അകത്തിടുന്ന അവസ്ഥയുണ്ടാവുന്നത്.
മറ്റൊരു പത്രപ്രവർത്തകനാണ് റൂബൻ ബാനർജി. റൂബൻ ബാനർജി ഔട്ട്ലുക്കിൻ്റെ മാഗസിനിൽ അന്ന് കോവിഡിൻ്റെ കാലത്ത് ധാരാളം മരണം സർക്കാരിൻ്റെ അനാസ്ഥയെ തുടർന്നും പിടിപ്പുകളിനെക്കുറിച്ചും ഉണ്ടാകുമ്പോൾ, ഓക്സിജൻ കിട്ടാതെ ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാനത്ത് പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കവർ സ്റ്റോറി ചെയ്തു. ആ കവർ സ്റ്റോറിയുടെ കവർ ഡിസൈനിങ് ലേഔട്ടിൽ മിസ്സിംഗ്, കാണാനില്ല ഇന്ത്യൻ സർക്കാരിനെ എന്നാണ് റൂബൻ ബാനർജി അത് ഡിസൈൻ ചെയ്തത്. പിന്നീട് റൂബൻ ബാനർജി ഒരു സുപ്രഭാതത്തിൽ ഔട്ട്ലുക്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. മിസ്സിംഗ് എഡിറ്റർ എന്ന പേരിൽ ഈ അനുഭവം റൂബൻ ബാനർജി തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുമ്പോൾ അവർക്കെതിരെ ഒന്നുകിൽ IT വരുന്നു, അവർക്കെതിരെ ഒന്നുകിൽ UAP വരുന്നു, അവർക്കെതിരെ ഒന്നുകിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാൾ വരുന്നു. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യമായി കേരളത്തിൽ നാട് കടത്തപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ തലക്കെട്ടിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെയും എന്നതാണ്. ഒരു നാടിനെയും ഭയമോ കുടിലതയോ ലോഭമോഹതന്ത്രങ്ങളോ വളർത്തില്ല എന്നുള്ള ഒരു ക്യാച്ച് വേർഡ് ഇന്നത്തെയും വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ സമ്മർദ്ദത്തിനു കീഴിലാണ് നിങ്ങൾ ജീവിക്കാൻ വിധിക്കപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി മിൽട്ടൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ എറോപ്പജിറ്റിക്ക എന്ന പേരിൽ വളരെ വിഖ്യാതമായ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സത്യവും നുണയും തമ്മിൽ ഒരു തുറസായ സ്ഥലത്ത് യുദ്ധം ചെയ്താൽ സത്യം പരാജയപ്പെടുമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതുന്നുണ്ടോ എന്നതാണ്. ഇന്ന് മിൽട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് തിരിച്ചു പറയുമായിരുന്നു എന്നതാണ്. അത്രമേൽ സത്യത്തിനുമേൽ വികാരങ്ങളോ വളച്ചൊടിച്ച വാർത്തകളോ വസ്തുതകൾക്കുമേൽ വികാരങ്ങൾ വിജയം നേടുന്ന ഒരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇനി BBC എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകാൻ തീരുമാനിച്ചത്? 2 കാരണങ്ങളാണ്. ഒന്ന്, 2020 നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിജിറ്റൽ മീഡിയയെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ചട്ടം വരുന്നത്. അതുപ്രകാരം FD ക്യാപ്പ് 26% വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ. BBC അങ്ങനെ ഇത് ആദ്യമായി BBC വിവിധ ലോകരാജ്യങ്ങളിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ്. അവരുടെ ചരിത്രത്തിൽ ഇത് ഇന്നാദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ഷെയർ എടുക്കാൻ അവർ നിർബന്ധിതരാവുന്നത്. 26% ഷെയറാണ് കളക്റ്റീവ് ന്യൂസ് റൂം എന്ന ഇന്ത്യയിലെ തന്നെ BBC-യുടെ 4 മുൻ എഡിറ്റർമാർ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് ഷെയർ എടുക്കാൻ അവർ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. ബ്രിട്ടനിൽ പോലും BBC പ്രവർത്തിക്കുന്നത് ഒരു പബ്ലിക് എൻ്റർപ്രൈസ് ആയിട്ടാണ്. അവരുടെ ലാഭം വരുന്നത് BBC സ്റ്റുഡിയോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാണിജ്യ പ്രൊഡക്റ്റുകളിൽ നിന്നാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത് പോലും. ഇന്ത്യയിൽ അവർ പ്രവർത്തിക്കുമ്പോൾ ഇനി അവർക്ക് BBC ഇന്ത്യ ലിമിറ്റഡ് ആയിട്ടോ BBC സ്റ്റുഡിയോ ലിമിറ്റഡോ ആയിട്ടോ പ്രവർത്തിക്കാൻ കഴിയില്ല. അവർ ഈ ന്യൂസ് റൂം, കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ പങ്കാളിയായിട്ട് മാത്രമേ BBC-ക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്നത് ഏറെ വ്യക്തമാക്കുന്നതാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രാണവായു പോലെയാണ് ഒരു മനുഷ്യ ശരീരത്തിലെന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 11 വർഷമായി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്തൊരു പ്രധാനമന്ത്രിയുടെ നാട്ടിൽ, മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും ചങ്ങലകളിടുന്ന ഒരു നാട്ടിൽ നോക്കൂ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 28 മാധ്യമപ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 17 പേരാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്ത് തുറുങ്കിലടയ്ക്കപ്പെട്ടിരിക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടുന്നുമ്പോൾ തുറക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ കണക്ക് കൂടി നമ്മൾ പറയണം. മൊത്തം 800 ദശലക്ഷം കാഴ്ചക്കാരുള്ള 70 മീഡിയ കോർപ്പറേറ്റുകൾ, സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുള്ളത് അദാനിയുടെയും അംബാനിയുടെയും കൈകളിലാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ മീഡിയ കൺഗ്ലോമറേറ്റുകളുടെ ഒരു കാലഘട്ടത്തിലാണ്. മീഡിയ കോർപ്പറേറ്റ് അല്ല, മീഡിയ കൺഗ്ലോമറേറ്റ് ആണ്. എന്താണ് കൺഗ്ലോമറേറ്റും കോർപ്പറേറ്റും തമ്മിലുള്ള വ്യത്യാസം? കോർപ്പറേറ്റുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മെയിൻ സ്ട്രീം മീഡിയയെ പൂർണ്ണമായും നിയന്ത്രിക്കുമ്പോൾ അതൊരു കോർപ്പറേറ്റ് മീഡിയ ആണ്. എന്നാൽ ക്രോസ് ഫണ്ടിങ് കൊടുത്തുകൊണ്ട് ഡിജിറ്റലിലും ഓൺ എയറിലും അതേപോലെ പ്രസ് മീഡിയയിലും ഒക്കെ നിക്ഷേപം നടത്തി കൺഗ്ലോമറേറ്റുകളായി മാറുന്നൊരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ പൂർണ്ണമായും വിലക്കെടുത്ത് ഗോഡി മീഡിയയാക്കി മാറ്റുന്നു എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തനം ഏറ്റവും അപകടത്തിലുള്ള 31 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് BBC-ക്ക് ഇപ്പോൾ ഈ കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഷെയർ
പിൻവലിക്കേണ്ടി വരുന്ന ഒരു സ്ഥാപനമായി മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇനി BBC ന്യൂസ് റൂം അതേപോലെ ഉണ്ടാവില്ല എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ പലപ്പോഴും നമ്മൾ ഈ ചർച്ചയിൽ നെഹ്റുവിലേക്ക് പോകുന്നതിൻ്റെ കാരണം എത്ര സുന്ദരമായ ഒരു കാലഘട്ടത്തെയാണ് നമ്മുടെ ഭൂതകാലം അവശേഷിപ്പിച്ചിട്ട് പോകുന്നത് എന്നത് ഓർമ്മപ്പെടുത്താനാണ്. എത്ര വ്യത്യസ്തമാണ് വർത്തമാനകാലം എന്നത് അടയാളപ്പെടുത്താനുമാണ്. നെഹ്റു ശങ്കേഴ്സ് വീക്ക്ലിയിൽ തന്നെ വരയ്ക്കാതെ പോയ ശങ്കറിനോട് ഡോൺ സ്പെയർ മീ എന്ന് പറഞ്ഞത് നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മളെല്ലാം വളരെ വൈകാരികമായി ആ നെഹ്റുവിൻ്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ്. അതാണ് ജനാധിപത്യത്തിലെ മാതൃക. ഡോൺ സ്പെയർ മീ, തന്നെ വിമർശിക്കാതെ പോകരുത് എന്ന് ശങ്കേഴ്സ് വീക്ക്ലിയുടെ ശങ്കറിനോട് പറഞ്ഞ നെഹ്റു ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് മോദിയെക്കുറിച്ച് വിമർശിക്കുന്ന മാധ്യമങ്ങളെ EDA IT ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും കൂച്ചുവിലങ്ങിടുകയും നാട് കടത്തുകയും ചെയ്യുന്ന ഒരു പുതിയ ഭരണകൂടം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നാട് എത്രമേൽ മാറിപ്പോയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് തീർച്ചയായും നാട് കടത്തുന്നു. മാധ്യമപ്രവർത്തനത്തെ, സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തെ നാട് കടത്തിയാൽ അവശേഷിക്കുന്നത് ജനാധിപത്യമായിരിക്കില്ല, അത് കംപ്ലീറ്റ് ഓട്ടോക്രസിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിരിക്കും. അദ്വാനി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ അടിയന്തരാവസ്ഥ കാലത്ത്. അന്ന് ഇന്ദിരാഗാന്ധി മുട്ടുമടക്കാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞുപോയ മാധ്യമങ്ങളാണുള്ളത് എന്ന്. ഇന്ന് മുട്ടിൽ ഇഴയാനല്ല പറയുന്നത്, പകരം തല വെട്ടുമെന്നോ നാടു കടത്തുമോ എന്നാണ് ഭരണകൂടം പറയുന്നത് എന്നാണ് കൗതുകകരമായ മാറ്റം. അത് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാണ്. BBC ഇന്ത്യയിൽ നിന്ന് പോകുന്നത് അക്ഷരാർത്ഥത്തിൽ നാടു കടത്തൽ തന്നെയാണ്. ശരി, MV നികേഷ് കുമാർ. BBC റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടാക്കി. അതിൽ 26% ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഓഹരി എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എനിക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതായത് വരുന്ന വാർത്തകളിലെല്ലാം പറയുന്നത് 2020 മുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 26% ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 26% BBC ഒതുങ്ങണം എന്നുള്ളതാണ്. 2020 ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് എങ്കിൽ തന്നെയും അത് 26% കുറയ്ക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ 1990കളുടെ തുടക്കം വരെ ഇന്ത്യയിൽ അപ്ലിങ്കിങ് അനുവദിച്ചിരുന്നില്ല. ഇന്ത്യയിൽ ദൂരദർശന് മാത്രമാണ് അപ്ലിങ്കിങ് അനുവദിച്ചിരുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യം മനിലയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്, പിന്നീട് സിംഗപ്പൂരിൽ വന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റിംഗ് അനുമതി നൽകിയതിന് ശേഷമാണ് ഇന്ത്യയിൽ വന്നത്. അങ്ങനെയാണ് വാർത്താ ചാനലുകൾക്കൊക്കെ തന്നെയും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടിയത്. നമ്മളെപ്പോലുള്ളവർ എന്താ ചെയ്തത്? മനിലയിലും സിംഗപ്പൂരിലും പോയിട്ട് അവിടെ നിന്ന് തത്സമയം വാർത്ത അവതരിപ്പിച്ച് ഇവിടെ ഡൗൺലിങ്ക് ചെയ്യും, ഇവിടെ നമുക്ക് അത് കാണാനുള്ള അനുമതി ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു നമ്മുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത്. നോക്കൂ, പക്ഷേ 1940 മുതൽ BBC ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബോംബെയിലും ദില്ലിയിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ലെഗസി മീഡിയ എന്നുള്ള നിലയിലാണ് BBC-ക്ക് അങ്ങനെയുള്ള പ്രവർത്തനം അനുവദിച്ചിരുന്നത്. അതായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ മറ്റെല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ തന്നെ BBC-ക്കും പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന BBC-യെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിങ്ങിനുള്ള, അതായത് അപ്ലിങ്കിങ്ങിനുള്ള അനുമതി ഇല്ലാതിരുന്നത് 2000-ൻ്റെ തുടക്കത്തിലൊക്കെ തന്നെയും അപ്ലിങ്കിൻ്റെ അനുമതിയായി മാറുന്നു. അങ്ങനെ വാർത്താ ചാനലുകൾ തുടങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അനുവദിച്ചത്. അതായത് 26% എന്ന് പറയുന്നത് പുതുതായി അനുവദിച്ചതാണ്, കുറച്ചു കൊണ്ടുവന്നതല്ല, പുതുതായി അനുവദിച്ചതാണ്. അപ്പോൾ ഒട്ടും ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ലാത്ത കാലഘട്ടത്തിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത കാലഘട്ടത്തിലും ഒക്കെ തന്നെയും BBC ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും അവരിവിടെ പ്രവർത്തിച്ചിരുന്നു, അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനിലെ BBC ബ്രോഡ്കാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന സ്റ്റാഫിനേക്കാൾ തൊട്ടടുത്ത സ്റ്റാഫ്, അതായത് 200-ലധികം സ്റ്റാഫാണ് ഇന്ത്യയിലെ അവരുടെ കമ്പനിയിലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ബ്രിട്ടൻ കഴിഞ്ഞാൽ സ്റ്റാഫുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന BBC-യാണ് 2023 ഫെബ്രുവരിയിൽ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് മോദിയെ ബന്ധിപ്പിക്കുന്ന ഡോക്യുമെൻ്ററി വന്നതിന് ശേഷം ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് ദില്ലിയിലും മുംബൈയിലും നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BBC ഇന്ത്യക്ക് പൂട്ടിപ്പോകേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 1940 മുതൽ ഇവിടെ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം ബ്രോഡ്കാസ്റ്റിംഗ് അനുമതി ഇല്ലാത്ത കാലഘട്ടത്തിൽ, അതായത് ഒരു ഇന്ത്യക്കാരനായ എനിക്ക് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തുടങ്ങി ഇവിടെ
തത്സമയ സംപ്രേഷണം അനുവദിക്കാത്ത കാലഘട്ടത്തിലും BBC ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമമായിരുന്നു BBC. എല്ലാ കാലഘട്ടത്തിലും സർക്കാരുകളെ വിമർശിക്കാനുള്ള അനുമതി എപ്പോഴും BBC-ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത കാലഘട്ടത്തിലും BBC-ക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ 2023 ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് BBC-ക്ക് ഒരുപാട് നോട്ടീസുകൾ പോവാണ്. ഇപ്പോൾ BBC ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ 99.99% ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർക്കാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓരോ വാർത്തയുടെയും നോട്ടീസ് നേരെ പോകുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർക്കാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം, അവിടെ ഇരിക്കുന്ന സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം നോട്ടീസുകൾ കൊണ്ട് പ്രളയമായിരിക്കും. അയാൾക്ക് അവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അയാൾ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു നോട്ടീസ് വരുന്നു, വേറൊരു ദിവസം വേറൊരു നോട്ടീസ് വരുന്നു, അടുത്ത ദിവസം വേറൊരു നോട്ടീസ് വരുന്നു എന്നുള്ള നിലയിലേക്ക് അയാളുടെ ജീവിതം മുന്നോട്ട് പോകാത്ത വിധത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകണം ഇന്ത്യയുടെ ഭരണകൂടം. നോക്കൂ, MF ഹുസൈൻ നമുക്കറിയാവുന്നതുപോലെ MF ഹുസൈൻ എന്തിനാണ് ഖത്തറിൽ പോയി ജീവിച്ചത് അവസാന കാലഘട്ടത്തിൽ? ഇവിടെ ഒരു വിദൂര ദേശത്ത് നിന്ന് വരുന്ന നോട്ടീസ് ഏതെങ്കിലും ഒരു കോടതിയിൽ അയാൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജയിലിലാണ് പിടിച്ചിടുക എന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജയിലിൽ കിടന്ന് മരിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പോയി ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും മഹാനായ ചിത്രകാരന്മാരിൽ ഒരാളായിട്ടുള്ള MF ഹുസൈന് അവസാനം ഖത്തറിൽ പോയി മരിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു BBC-യുടെ തലപ്പത്തുള്ള സായിപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് വരുന്ന നോട്ടീസ് അതിൻ്റെ ഒരു നിയമപരമായ പ്രത്യാഘാതം ഭയന്നായിരിക്കണം ഒരുപക്ഷെ BBC ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് സ്വാഭാവികമായി ഇന്ത്യയെ മോചിപ്പിച്ചിട്ടുണ്ടാവുക. 26% ഓഹരി മാത്രം എടുത്ത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ത്യയിൽ തുടങ്ങട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഒരു ലെഗസി മീഡിയ എന്നുള്ള നിലയിൽ 1940 മുതൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റ് പങ്കാളിത്തമുള്ള ഒരു രണ്ടാമത്തെ ഭൂവിഭാഗം എന്നുള്ള നിലയിൽ ഇന്ത്യയെ കണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തകളെല്ലാം തന്നെയും BBC-യിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റേഴ്സ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ശരിയാണ്, ബാബറി മസ്ജിദിൻ്റെ ഒന്നും കാലഘട്ടത്തിൽ സ്വകാര്യ ബ്രോഡ്കാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ദൂരദർശനിൽ പിന്നീടാണത് തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ വാർത്തയിലൂടെ കണ്ടിരുന്നത്. പക്ഷേ BBC അത് തത്സമയം സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ആദ്യം കണ്ടത് BBC-യിലൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും അരുണും സ്മൃതിയും ഒക്കെ തന്നെയും ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ഒരു ഈ മാധ്യമ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 1996 എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാനൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ ഒരു ടെലിവിഷൻ ചാനലിലേക്ക് വരുമ്പോൾ ഞാൻ അന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവം നടക്കുന്ന ഇടം എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തന ഇടമായിരുന്നു. ഉണ്ണി എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരു 3 വർഷം മുമ്പ് മാധ്യമ പ്രവർത്തനത്തിൽ വന്ന ആൾ. നമ്മൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു. കാരണം അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം എന്ന് കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്, അല്ലേ? ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ ഉണ്ണി കലാകൗമുദിയിൽ നിന്നാണ് വരുന്നത്, ഞാൻ നേരെ ക്യാമ്പസിൽ നിന്നാണ് വരുന്നത്. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നമ്മൾ കാണുന്നത് എന്താണ്? ഈ NDTV ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ദൂരദർശനിലൊരു സ്ലോട്ട് എടുത്തുകൊണ്ട് ദ വേൾഡ് ദിസ് വീക്കിലൂടെ ഈ ജർമ്മൻ മതിലിൽ അപ്പൻ മേനോൻ ഇടിഞ്ഞു വീണ കല്ലെടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയായിരുന്നു നമ്മളെയൊക്കെ, എൻ്റെ തലമുറയെ ആവേശഭരിതമാക്കിയിരുന്നത്. ഞാനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നത്, എനിക്ക് സംബന്ധിച്ചോളം സ്വാഭാവികമായ എൻട്രി രാഷ്ട്രീയത്തിലാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ ആത്മവിശ്വാസം നമുക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഈ പറയുന്ന മേഖലയിലാണെന്ന് കണ്ടിട്ടാണ്. പക്ഷേ നോക്കൂ, 96 മുതൽ ഈ 2024 വരെ എത്തുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ദേശീയ മാധ്യമം എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്വാഭാവികമായും BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഷകളിൽ മാത്രമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യം ഉള്ളത്. ഇന്ത്യയിലെ ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിലോ യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റിൻ്റെ കീഴിലല്ലാത്ത ഒരു മാധ്യമവും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നിലനിൽക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നത് NDTV മാത്രമായിരുന്നു. ആ NDTVയെ അദാനി ഒരു ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെയാണ് എടുത്തത്.
മറ്റ് കമ്പനികളൊക്കെ തന്നെയും ലാഭം കിട്ടി അവർ ആ കമ്പനി വിറ്റു എന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായും സമ്മർദ്ദം ചെലുത്തി അവർ സ്നേഹത്തിൽ അഭിനയിച്ച് ചിലപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ NDTV ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെയാണ് ഏറ്റെടുത്തത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഒരു ഹിന്ദി ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷയിൽ ഒരു സ്വതന്ത്ര മാധ്യമവും ഒരു സ്വതന്ത്ര ടെലിവിഷൻ മാധ്യമവും നിലനിൽക്കുന്നില്ല തന്നെ. പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള സ്വാഭാവികമായ ചോദ്യമുണ്ട്. നോക്കൂ, ഈ BBC ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിൽ ചില പ്രതീക്ഷകൾ വെക്കാം, ചില കാര്യങ്ങളെങ്കിലും നടക്കുമെന്ന്. അവിടെ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് എന്തുകൊണ്ടാണ് BBC-യുടെ നരേന്ദ്രമോദി ഡോക്യുമെൻ്ററി 2023 ഫെബ്രുവരി ആ മാസം അത് വന്നതിന് ശേഷം അത് ലോകത്ത് വലിയ നിലയിൽ ചർച്ചയായിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ അത് വലിയ വിഷയമായി ഉയർത്തിപ്പിടിച്ചുവെങ്കിൽ പോലും അമേരിക്കയോ അല്ലെങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളോ അത് വലിയ ചർച്ചയായിട്ടില്ല. ആ ഘട്ടത്തിലാണ് നമ്മൾ കാണേണ്ടത് എയർബസിൻ്റെയും ഇൻഡിഗോയുടെയും പർച്ചേസ് ആ സമയത്ത് നരേന്ദ്രമോദി അമേരിക്കയിലും യൂറോപ്പിലും പോയി നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ടാറ്റയ്ക്ക് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എയർ ഇന്ത്യ. അതുപോലെ തന്നെ ഇൻഡിഗോ എന്ന് പറയുന്നത് പ്യുവർലി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ നരേന്ദ്രമോദിയാണ് അവിടെ ചെന്നിട്ട് എയർബസ്സുകൾ വാങ്ങുന്നത്, വലിയ വലിയ ഫ്ലൈറ്റുകൾ വാങ്ങി ഈ കമ്പനികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിശ്വഗുരു എന്ന് പറയുന്ന ഒരു ടാഗ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെയൊക്കെ ഈ മാർക്കറ്റ് വെച്ച് വായടച്ചുകൊണ്ടാണ്. അപ്പോൾ 2023 നരേന്ദ്രമോദിയുടെ ഡോക്യുമെൻ്ററി BBC പ്രദർശിപ്പിക്കുന്നതിനെതിരെ നിലപാടെടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അത് ഇന്ത്യയിൽ കാണിക്കില്ല എന്ന് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ ഡോക്യുമെൻ്ററി ഇല്ല എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്തിട്ടുണ്ട്. ആ സാമൂഹ്യ മാധ്യമങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, ലോകരാജ്യങ്ങളാരും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുകൂടി നരേന്ദ്രമോദി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ നിലയിലുള്ള വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ജേർണലിസത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ കാലം അവസാനിക്കുന്നവരെ ഈ തരത്തിൽ പറയാനും മിണ്ടാനും ഒക്കെ കഴിയുമോ എന്ന് എനിക്കറിയില്ല, ഉറപ്പില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ഏറ്റവും വലിയ അഴിമതി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയായിട്ടുള്ള ഈ ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നിട്ടുള്ളതൊന്നും ദൃശ്യമാധ്യമങ്ങളിലൂടെയല്ല. ശരിയാണ്, നമുക്കൊക്കെ ചർച്ച ചെയ്യാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്, നമ്മളെയൊക്കെ അനുവദിച്ചിട്ടുണ്ട് അത്തരം ചർച്ചകൾ നടത്താൻ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ദ വയർ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ദ വയർ ആയിക്കോട്ടെ, ന്യൂസ് മിനിറ്റ്, നമ്മുടെ ഇന്ത്യ വിഷനിലൂടെ തുടങ്ങിയ ധന്യ രാജേന്ദ്രനാണ് ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫ്. ധന്യയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള 25 ജേർണലിസ്റ്റുകളുടെ ഒരു റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഉണ്ട്. ആ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലുള്ള ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മ, ചില സിംഗിൾ ജേർണലിസ്റ്റുകൾ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾ, ചില ചെറിയ ചെറിയ മാധ്യമ സ്ഥാപനങ്ങൾ, ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാധ്യമത്തിൻ്റെ ഒരു ധർമ്മം ഉണ്ടല്ലോ, ആ ധർമ്മം ഒരു പരിധി വരെയെങ്കിലും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BBC-ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും പുതിയ മാധ്യമ ശൃംഖലകൾ വരുന്നു എന്നുള്ളത്, അതിൻ്റെ മാധ്യമ ലോകത്തിൻ്റെ ശിഖരങ്ങൾ പുതുതായി പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു, പുതുതായി രൂപമെടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാധ്യമങ്ങളില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാനൊന്നും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അസാധ്യമാണ്. പക്ഷേ അതിന് ചിലപ്പോൾ അതിൻ്റെ ഒരു പക്വത കൈവരിക്കാൻ, അതിനൊരു കുറച്ചുകൂടിയൊക്കെ വളർച്ച കൈവരിക്കാൻ ഒരുപാട് സമയം എടുത്തേക്കാമായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണേണ്ടത് BBC-യുടെ കാര്യത്തിനകത്ത്, BBC ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. അതായത് 2023 നമ്മൾ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. 2023 ഫെബ്രുവരിക്ക് ശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളിൽ നിന്ന് മുഴുവൻ BBC അപ്രത്യക്ഷമായിരിക്കുന്നു. മുമ്പ് നമ്മളൊരു 10 വർഷം മുമ്പാണെങ്കിൽ BBC അതിനകത്ത് ഇൻബിൽട്ടാണ് അല്ലേ. ഏത് ടെലിവിഷൻ കേബിൾ നെറ്റ്വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാലും BBC അതിനകത്ത് ഉണ്ടാവും. നമുക്ക് BBC കാണാം. നമ്മളിതാ ഇത് കേൾക്കുന്ന പ്രേക്ഷകരായിക്കോട്ടെ, ഞാനായിക്കൊള്ളട്ടെ, വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ കേബിൾ നെറ്റ്വർക്കുകളിൽ BBC ഉണ്ടോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള വിഷൻ പോലെ വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന കേബിൾ നെറ്റ്വർക്കുകളിലൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ നരേന്ദ്രമോദിയുടെ ഓച്ചാരം വാങ്ങി ജീവിക്കുന്നവർക്കൊന്നും ഇത് കാണിക്കാൻ ഒരു താല്പര്യമില്ല, കാണിക്കാറുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BBC-ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നല്ല, പക്ഷേ പുതിയ ശിഖരങ്ങൾ പൊടിച്ചു തുടങ്ങിയിരിക്കും. ശരി, നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. നാട് കടത്തുന്നു മാധ്യമ സ്വാതന്ത്ര്യം എന്ന ചർച്ച തുടരുകയാണ്. ഉണ്ണിവർഷൻ ഇപ്പോൾ MV നികേഷ് കുമാർ പറഞ്ഞതിൽ നിന്ന് തുടരാൻ തോന്നുന്നു. ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അത് ശക്തവുമാണ്, അതിശക്തവുമാണ്. അല്ല, അതിൻ്റെ ഒരു ഭാവിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പം അവിടെ ഒരു പ്രശ്നം വെച്ചാൽ നരേന്ദ്രമോദിയെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ 1998 ഡൽഹിയിലെത്തുന്നത്. അന്ന് നരേന്ദ്രമോദി BJP-യുടെ ജനറൽ സെക്രട്ടറിയാണ്. അശോക റോഡിലെ BJP-യുടെ ആസ്ഥാനത്ത് എപ്പോഴും നരേന്ദ്രമോദി ഉണ്ടാകും. നമ്മളെപ്പോൾ ചെന്നാലും ഏത് കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളുമായിരുന്നു.
മാത്രമല്ല വ്യക്തിപരമായി എനിക്കൊരു അനുഭവം ഉള്ളത് 1999 മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് നടന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ദിഗ്വിജയ് സിംഗ് മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഏഷ്യാനെറ്റ് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഭോപ്പാലിൽ പോയിരുന്നു. അന്ന് മധ്യപ്രദേശിൻ്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയാണ് നരേന്ദ്രമോദി. 25 വർഷം മുമ്പാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രകാശ് ജാവ്ദേക്കറിന് ചാർജുണ്ട് എന്ന് പറയുന്നത് പോലെ. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുന്നുണ്ട്, ദീർഘമായ അഭിമുഖം എടുക്കുന്നത്. അതിനായി അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മീഡിയ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചാർജുള്ളൊരു ജനറൽ സെക്രട്ടറി മലയാളത്തിലൊരു മാധ്യമത്തിന് അരമണിക്കൂർ ഇൻ്റർവ്യൂ തരേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന മലയാളത്തിലാണ്. പിന്നെ വളരെ കുറച്ച് മലയാളി പോപ്പുലേഷൻ മാത്രമുള്ള സ്ഥലവുമാണ് മധ്യപ്രദേശ്. എങ്കിൽ കൂടിയും അദ്ദേഹം ആ പരിചയം കാണിക്കുകയും 25 മിനിറ്റോളം നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിരുന്നു നരേന്ദ്രമോദി. എന്നാൽ ഈ ഗുജറാത്തിലെ ഗോധ്ര അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ ഇന്ത്യൻ മീഡിയ നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്തത് ഒരിക്കലും നരേന്ദ്രമോദിക്ക് പൊറുക്കാൻ കഴിയില്ല. അത് പക്ഷേ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ, ഇന്ത്യക്കാർ സാക്ഷ്യം വഹിച്ചൊരു സംഭവത്തെ സംബന്ധിച്ച് നിരന്തരമായി മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അന്ന് ഈ മർച്ചൻ്റ് ഓഫ് ഡെത്ത് എന്നാണല്ലോ സോണിയാഗാന്ധി തന്നെ വിളിച്ചത്, മരണത്തിൻ്റെ വ്യാപാരിയാണ് എന്നാണ് വിളിച്ചത്. അവിടെ മുതലാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ആൻറ്റി മീഡിയ ആകുന്നത്. പിന്നെ മോഡിയുടെ വളർച്ചയിൽ ഒരു റോളും മീഡിയയ്ക്കില്ല. അതാണ് മോഡിയുടെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ വലിയൊരു കില്ലറായിട്ട്, ഒരു മർഡറായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ BJPയുടെ വലിയ ഹിന്ദുത്വ വൈകാരികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുകയും ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുകയും ചെയ്തയാളാണ് താൻ എന്ന ഉത്തമ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ചെയ്തൊരു കാര്യം എന്താ അറിയോ? മീഡിയയുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രിമാർ വിദേശയാത്ര പോകുമ്പോൾ വലിയൊരു മീഡിയ സംഘം കൂടെ പോകും. ഇപ്പം ഞാൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ കൂടെ പോയിട്ടുണ്ട്, മൻമോഹൻ സിംഗിലൂടെ പോയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് പോകുമല്ല, രാജ്യത്തിൻ്റെ പൈസ എടുത്തിട്ടാണ് പോകുന്നത്. ഈ ഒരു മിഷനോടുകൂടിയാണ് പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ അവിടെ പോയി പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അത് ഇന്ത്യൻ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയ കണ്ടിജനെ, ഈ മീഡിയ സംഘത്തെ കൊണ്ടുപോകുന്നത്. ആദ്യം നരേന്ദ്രമോദി തീരുമാനിച്ചത് എൻ്റെ ഫ്ലൈറ്റിൽ ഒറ്റ മീഡിയ പേഴ്സൺ ഉണ്ടാവില്ല എന്നാണ്. ഇന്നും നരേന്ദ്രമോദി വിദേശയാത്ര നടത്തുമ്പം മാധ്യമ സംഘം ഉണ്ടാകാറില്ല. ബിസിനസ് സംഘമൊക്കെ ഉണ്ട്, അത് അന്നും ഉണ്ട് കേട്ടോ. 2-3 വിഭാഗങ്ങളായിട്ടാണ് പ്രധാനമന്ത്രിയോടൊപ്പം സഞ്ചരിക്കുക. ബിസിനസ് സംഘം ഉണ്ടാകും, ഉദ്യോഗസ്ഥ സംഘം ഉണ്ടാകും, അതുപോലെ തന്നെ മാധ്യമ സംഘവും ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് ഈ മീഡിയയെ അകറ്റി നിർത്തുക എന്നുള്ളത് നരേന്ദ്രമോദി ഒരു തീരുമാനമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ വർഷവും ഒരു മീഡിയ കോൺഫറൻസ് നടത്തും. എന്തിനാണെന്നറിയാം? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ വാർത്താ സമ്മേളനം നടത്തുന്നത്. മൻമോഹൻ സിംഗ് ഒക്കെ നിരന്തരം അത് ചെയ്തുകൊണ്ടിരുന്നു. അതായത് നേരത്തെ പറഞ്ഞു, 2013 അവസാനമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വാർത്താ മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ മുഴുവൻ തനിക്കെതിരായിരുന്നുവെന്നും അവരുടെ ഒരു പിന്തുണയുമില്ലാതെയാണ് താനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്നും ഇനിയും മുന്നോട്ട് അതിൻ്റെ പിന്തുണ ആവശ്യമില്ല എന്നും ഉറച്ച ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട് എന്ന് മാത്രവുമല്ല, ഒരു മാധ്യമവും ഇന്ത്യയിൽ ഇനി എൻ്റെ സർക്കാരിനെയും എന്നെയും വിമർശിക്കേണ്ട എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവസാനമായിട്ടുണ്ടായ ഒരു നീക്കം കൂടി പറയാം. അതാണ് നേരത്തെ ഇപ്പം നികേഷ് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിശ്ചയമായും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അതൊക്കെ പരമ്പരാഗത മാധ്യമമായിപ്പോയി, നമ്മളൊക്കെ ട്രഡീഷണൽ മീഡിയ ആയിപ്പോയി. ഇപ്പോൾ ടെലിവിഷൻ, പ്രിൻറ്റ് മീഡിയ ഉള്ള സമയത്ത് ടെലിവിഷൻ ഒരു ന്യൂ മീഡിയ ആയിരുന്നു. ഇപ്പോൾ ടെലിവിഷൻ ഈ ഡിജിറ്റൽ മീഡിയ വന്നപ്പോഴത്തേക്കും ടെലിവിഷൻ ഒരു പരമ്പരാഗത മാധ്യമമായി മാറി. അപ്പം ഡിജിറ്റൽ മീഡിയയാണ് ഇനിയിപ്പം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അവിടെ ഒരു വലിയ കർശന നിയമം ഈ കഴിഞ്ഞ മാർച്ച് 20 ഇന്ത്യ സർക്കാർ IT റൂൾ അമെൻഡ് ചെയ്തിട്ട് ഒരു പുതിയ നിയമം പാസ്സാക്കി, എന്നിട്ട് നോട്ടിഫൈ ചെയ്തു. ആ നിയമം എന്ന് പറയുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ, INB മിനിസ്റ്ററുടെ കീഴിൽ, PIBയുടെ കീഴിൽ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഉണ്ടാവും, FCU എന്നാണ് പറയുക. ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന് നോട്ടിഫൈ ചെയ്തിട്ട് 20 നോട്ടിഫൈ ചെയ്തു. 21 സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. സുപ്രീം കോടതി ആ കേസിൽ ഈ പറയുന്ന FCUവിനെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആസിറ്റീസ് അത് സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഈ നിയമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ നടപ്പാക്കാൻ പോവുകയാണ് സർക്കാർ. ആ സ്റ്റേക്കൊക്കെ എത്രത്തോളം നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എന്നറിയാമോ? ഏത് മാധ്യമത്തിലും, ഏത് ഓൺലൈൻ മാധ്യമത്തിലും, അത് യൂട്യൂബ് ആയാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും, സർക്കാരിൻ്റെ നയങ്ങൾ, സർക്കാരിൻ്റെ പദ്ധതികൾ, അതായത് പോളിസീസ്, ഇനിഷ്യേറ്റീവ്സ്, സ്കീംസ്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വന്നാൽ സർക്കാരിന് ഇടപെടാമെന്നും ഇമ്മീഡിയറ്റായിട്ട് അത് ഡിലീറ്റ് ചെയ്യാമെന്നുമാണ് FCU പറയുന്നത്. ഇവിടുത്തെ തമാശ എന്താണെന്ന് പറഞ്ഞാൽ,
ഇത് സർക്കാരിനൊരു വാർത്ത സർക്കാരിനെതിരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാർ തന്നെയാണ്. സർക്കാരാണ്. അവിടെയാണ് അതിന് തമാശ. അതായത് നിങ്ങൾ തന്നെയാണ് ജഡ്ജി, നിങ്ങൾ തന്നെയാണ് ജൂറി, നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു അപ്പീലിന് പോലും അവസരമില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ വിഭാഗം ഒരു വാർത്ത അങ്ങോട്ടേക്ക് അടിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനകത്ത് ഇങ്ങനെ അഴിമതി നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ വിരുദ്ധമായൊരു വാർത്ത വന്നാൽ നേരിട്ട് FCU എൻട്രി ചെയ്യുകയും, FCUവിന് നേരിട്ട് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ എൻട്രി ചെയ്യാം. കംപ്ലയിൻറ്റ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻട്രി ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യണം. ഇത് ഡിലീറ്റ് ചെയ്ത അപ്പം ഈ രീതിയിൽ ഓൺലൈൻ മീഡിയയെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ സ്റ്റേ കടന്നുപോയി ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടാൽ ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന സമൂഹ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ എല്ലാ മനുഷ്യരും ഒരു ചാനൽ ഓണറാണല്ലോ. അപ്പം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാർത്തകൾ പ്രചരിപ്പിക്കാം. ആ മുഴുവൻ സ്വാതന്ത്ര്യവും ഫേക്ക് ന്യൂസ്, മിസ്ഇൻഫർമേഷൻ എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചടക്കാൻ പോകുന്നൊരു നിയമം നരേന്ദ്രമോദി പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയും അതോടെ പൂർണ്ണമായും ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് സീല് വെക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ ഭയക്കുന്നത്. സുപ്രീം കോടതി ഒരു പ്രതീക്ഷ തന്നെയാണ്. അത് ഡോക്ടർ അരുൺ, ഇപ്പോൾ രാവിഷ് കുമാറിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയ ശേഷം, പ്രധാനപ്പെട്ട ഒരു ചാനലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എങ്ങനെയാണ് സ്വീകാര്യനായതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ധ്രുവ് റാത്തി ഒരു യുവാവാണല്ലോ, വലിയ രീതിയിൽ സ്വീകാര്യനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ 4 ദിവസം കൊണ്ട് 22 മില്യൺ ആളുകൾ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അതിശക്തമായി തന്നെ നടത്തുന്ന ഇപ്പോൾ ധ്രുവിനെ മാധ്യമപ്രവർത്തകർ എന്ന രൂപത്തിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇവരുടെയൊക്കെ ഒരു സാധ്യതകൾ, ഇവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയല്ലേ? എല്ലാ കാലത്തും മാധ്യമപ്രവർത്തനം അധികാരികളുമായി, ഭരണകൂടങ്ങളുമായി കലഹിച്ചും സമരം ചെയ്തും പോരാടിയുമാണ് മുൻപിൽ നിന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലിറങ്ങിയ ആദ്യത്തെ പത്രം തന്നെ ഈ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രം ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുമ്പോൾ അതിന് ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഓപ്പൺ ടു ആൾ ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നൺ എന്നതായിരുന്നു. പക്ഷേ ആ പത്രം ആദ്യം അന്നത്തെ വാറൻ ഹേസ്റ്റിങ്സിനെതിരെ, സുപ്രീം കോടതി ജഡ്ജി എലീന ഹെംപിക്കെതിരെയൊക്കെ എടുത്ത നിലപാടുകളുടെ പേരിൽ ഭരണകൂടത്തിൻ്റെ വിമർശനത്തിന് വിധേയമാവുകയും ഭരണകൂടത്തിൻ്റെ അപ്രീതിക്ക് വിധേയമായി ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രം 1781 തുടങ്ങുകയും അത് 2 വർഷത്തിനുള്ളിൽ പൂട്ടേണ്ടി വരികയും ചെയ്യുന്നു. അന്നും സമാനമായ രീതിയിലാണ് ഭരണകൂടം ഈ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയോട് പ്രതികരിച്ചത്. എങ്ങനെയാണ്? ഇപ്പോൾ BBC കാര്യത്തിൽ IT റെയ്ഡ് ആണെങ്കിൽ അന്ന് ആദ്യം ചെയ്തത് പോസ്റ്റ് ഓഫീസ് വഴിയുള്ള വിതരണം നിലച്ചു. രണ്ടാമത്തത് എന്ത് ചെയ്തു? ഇവരുടെ നികുതി കൂട്ടി. മൂന്നാമത്തത് ഫൈൻ, അവർക്ക് താങ്ങാൻ കഴിയുന്നതിലുമധികം ഫൈൻ അടച്ചുകൊണ്ടാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പത്രത്തെ പോലും ആദ്യമായി അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് തന്നെ നിരോധിച്ചത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും നിലവിലിരിക്കുന്നത്. അന്ന് ഇന്ത്യയിൽ തുടങ്ങിയ പത്രത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം വന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ചുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പത്രത്തെ ഇന്ത്യൻ ഗവൺമെൻറ് സമാനമായ കൊളോണിയൽ മനോഭാവത്താൽ നിയന്ത്രിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഒട്ടേറെ ആക്റ്റുകളുണ്ട്. ഇപ്പോൾ വെർണാക്കുലർ ആക്ട് വരുന്നു, പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കാൻ വരുന്നു. ആഡംസിൻ്റെ ഓർഡിനൻസ് വരുന്നു. ആഡംസിൻ്റെ 1823 ലൈസൻസ് ആക്ട് വരുന്നു. പിന്നീട് പ്രസ് ആക്ട് വരുന്നു 1910. ഇതെല്ലാം ഒന്നൊന്നായി മാധ്യമങ്ങൾ ഭരണകൂടത്തെയും നയങ്ങളെയും വിമർശിക്കുന്ന പത്രങ്ങളെ കൂച്ചുവിലങ്ങിടാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളാണ്. ഇന്ത്യയിൽ ഒരു പത്രവും സ്വതന്ത്രമായി അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ബ്രിട്ടീഷ് കാലത്ത്. പക്ഷേ നമ്മൾ അതിനോടെല്ലാം പോരാടിയും ജയിലിൽ കിടന്നും ഒക്കെയാണ് വന്നത്. പക്ഷേ മോദി കാലഘട്ടത്തിൽ വന്നപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം, ഫൈറ്റ് ചെയ്ത് വാച്ച് ഡോഗായി മാറാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോദിയുടെ കൈകളിൽ നിന്ന്, മോദി കമ്പനികൾക്ക് മോദി മീഡിയയായി പ്രവർത്തിച്ച് ലാബ് ഡോഗായി മാറാം. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി. അവിടെയാണ് സ്വതന്ത്രമായി നേരത്തെ സൂചിപ്പിച്ച ധ്രുവ് രാത്തിയെ പോലെ, രവീഷ് കുമാറിനെ പോലെ ഈ ഇൻഡിപെൻഡൻ്റായി യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലൂടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വസ്തുതകൾ പറയുന്ന, വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുന്ന, ഫാക്ട് ചെക്കിംഗ് നടത്തുന്ന മുഹമ്മദ് സുബൈറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടാവുന്നത്. പക്ഷേ ആ മൂന്നാമത്തെ തരംഗം എന്ന് പറയുന്നത് അതും ഭരണകൂടത്തെ അലോസരപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ആയിട്ട് വന്നത്. നമ്മളൊക്കെ എന്താണ്, നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? നമുക്ക് ഇന്ത്യൻ പൗരന്മാരിൽ നിന്ന് വേറിട്ട് ഒരു അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവുമില്ല. ആർട്ടിക്കിൾ 19 വിഭാവനം ചെയ്യുന്ന അവകാശം മാത്രമേ എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനുമുള്ളൂ. പക്ഷേ നമ്മളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ നിയന്ത്രിക്കുന്നത്, അതിൻ്റെ ഉള്ളടക്കം നിയന്ത്രിക്കുന്നത് ആരാകണം എന്നതാണ് ചോദ്യം. അതെപ്പോഴെങ്കിലും ഭരണകൂടമായാൽ ഭരണകൂടത്തിനെ വിമർശിക്കാനുള്ള നമ്മളുടെ കരുത്ത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സ്വാഭാവികമായി
ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്ന ആശയം ഉണ്ടാവുന്നതും നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ നമ്മൾ ഇടയിൽ വേണം എന്ന അഭിപ്രായം ഉണ്ടാവുന്നതും. അവിടെയാണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത അതിനകത്ത് പോയിന്റ് 2 കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ മീഡിയ തന്നെ ഇല്ലാതാക്കുകയാണ്. ആ കണ്ടന്റ് മാത്രമല്ല, നിങ്ങൾക്കെതിരെ നിയമ നടപടികളിലേക്ക് പോകാനും പ്രോസിക്യൂഷന് വിധേയമാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വതന്ത്രമായ മാധ്യമവും പ്രവർത്തിക്കില്ല ഒരു ജനാധിപത്യ രാജ്യത്തും. ഈ ധ്രുവരാധിയെ പോലെ രവീഷ് കുമാറിനെ പോലെയുള്ളവരെ നിയന്ത്രിക്കാൻ കൂടി വേണ്ടിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ അനുവാദം കൊടുത്താൽ നമ്മുടെ ഏക പ്രതീക്ഷയായ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ അപായമണിയായിരിക്കും, മരണമണിയായിരിക്കും എന്നതും ഉറപ്പാണ്. സ്മൃതി, ശരി. നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ കാളിപൂരി വൈസ് ചെയർപേഴ്സൺ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇൻ ചീഫ് ഓഫ് ദ മീഡിയ ഗ്രൂപ്പ് പറഞ്ഞത് ദ മീഡിയ കനോട്ട് പ്ലേ ദ റോൾ ഓഫ് ദ ഓപ്പോസിഷൻ എന്നാണ്. ഇഫ് ദ ഓപ്പോസിഷൻ ഈസ് ഇൻ ഡിസറേ ദ മീഡിയ കനോട്ട് ബി ബ്ലെയിംഡ് ഫോർ. സാമ്പ്രദായിക മാധ്യമങ്ങൾ ഈ പണി നിർത്തി. അപ്പോൾ പിന്നെ ഇനി അക്കാര്യത്തിലൊരു ചർച്ചയോ സംവാദമോ ഒന്നും ആവശ്യമില്ല. അവിടെയാണ് ഈ ടൈപ്പ് റൈറ്റർ ഗറില്ലാസ് വരുന്നത്. ഈ ടൈപ്പ് റൈറ്റർ ഗറില്ലാസ് എന്ന് പറയുമ്പോൾ വെറും അച്ചടി മാധ്യമമല്ല, നമ്മുടെ മുമ്പിൽ ഡിസ്ട്രിബ്യൂട്ടറായി ഇൻ്റർനെറ്റ് ഉണ്ട്. അതിലൂടെ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റിപ്പോർട്ടർ ടെലിവിഷൻ തന്നെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൽ മാത്രമല്ലല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതിൻ്റെ ഡിജിറ്റൽ വിങ്ങും ടെലിവിഷൻ പോലെ തന്നെ ശക്തമാണ്. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന മീഡിയ വൺ നിന്നല്ലോ, മീഡിയ വൺ നിരോധിക്കപ്പെട്ടിട്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തുടർന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പം മാധ്യമങ്ങളെ ഏത് നിലയിൽ പ്രതിരോധിക്കാമെന്ന് കാലാകാലങ്ങളിൽ വരുന്ന അടിയന്തരാവസ്ഥ സർക്കാരും നരേന്ദ്രമോദി സർക്കാരും ഒക്കെ ശ്രമിക്കും. പക്ഷെ അതിനെ അതിജീവിക്കാൻ വേണ്ടി പുതിയ തലമുറ പുതിയ ശിഖരങ്ങളുമായി വരും. ശരി, ആ പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നാട് കടത്തുന്നു മാധ്യമ സ്വാതന്ത്ര്യം എന്നായിരുന്നു ചോദ്യം. നാട് കടത്തുന്നു എന്ന് തന്നെയാണ് 4 പേരും അഭിപ്രായപ്പെടുന്നത്. മീഡിയ എഡിറ്റേഴ്സിന് നാളെ നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.